Welcome to Karki's Stories. താളം ഭാഗം 26. എന്നിട്ട് ഓമന ആ കുട്ടിയോടൊപ്പം ശ്രീധരന്റെ വീട്ടിൽ തന്നെ അങ്ങ് നിന്നോ? താടിക്ക് കയ്യും വെച്ചുള്ള വല്യമ്മയുടെ നിൽപ്പ് കണ്ട് സേതു ചിരിച്ചു. അല്ലാതെ പിന്നെ ആ കൊച്ചിനെ ഒറ്റക്കാക്കിയിട്ട് പോരാൻ പറ്റൂ വല്യമ്മേ? ഹോസ്പിറ്റലിൽ നിന്നും തിരികെ എത്തിയ ശേഷം ശ്രീധരൻ ചേട്ടന്റെ വീട്ടിൽ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ വല്യമ്മയോട് വിശദീകരിക്കുകയായിരുന്നു അവൻ. കേട്ടു നിൽക്കാൻ വല്യമ്മയ്ക്കൊപ്പം വൃശ്ചികയും പ്രജിത്തുമുണ്ട്. കൂടാതെ ചെറിയമ്മാവൻ വരാന്തയിലെ അരമതിലും ശങ്കരന്മാരാർ ഏട്ടന്റെ കസേരയിലും ഇരിക്കുന്നുമുണ്ട്. എന്നിട്ട് അർജുനേട്ടൻ എങ്ങോട്ട് പോയി സേതുവേട്ടാ? വൃശ്ചികയാണ് ചോദിച്ചത്. അവൾക്കാണെങ്കിൽ സേതു പറയുന്ന രീതി കേട്ട് ചിരിയും വരുന്നുണ്ട്. ഓ, അവനാന്ന് ഈ പൊല്ലാപ്പ് മുഴുവൻ ഒപ്പിച്ചു വെച്ചിട്ട് അവിടെ നിന്ന് മുങ്ങിന്നേ, വീട്ടിലുമില്ല. ഇനി ആ കൊച്ചിന്റെ കട്ടിലിനടിയിൽ തന്നെ ഉണ്ടോ എന്നറിയില്ല. വൃശ്ചികയും പ്രജിത്തും ചിരിച്ചപ്പോ വല്യമ്മ ചിരി അടക്കിക്കൊണ്ട് അവന്റെ തോളിലിട്ടൊരു അടി കൊടുത്തു. എന്നിട്ട് ഈ കല്യാണത്തിന്റെ കാര്യമൊക്കെ ശ്രീധരൻ ചേട്ടനെ അറിയിക്കാൻ പറ്റിയായിരുന്നോ? ഏയ് ഇല്ല, ആൾ ഐസിയുലല്ലേ. നാളെ കാലത്ത് കയറി കാണാൻ പറ്റുമെന്നാ ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ സുശീല ചേച്ചി പറഞ്ഞോളൂ, ഞാനും ആ സമയം നോക്കി ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകാം. ഇനിയിപ്പോ ആ കല്യാണം വേഗം അങ്ങ് നടത്തണ്ടേ അനിയാ? വേണം നടത്തി. ശങ്കരന്മാരാർ പറഞ്ഞതോടെ എല്ലാവരുടെയും നോട്ടം അങ്ങേരുടെ നേരെയായി. ഒരു നിശ്ചയം എത്രയും പെട്ടെന്ന് നടത്തിയിട്ട് ഒന്നില്ലേ കർക്കിടകത്തിന് മുന്നേ, അല്ലെങ്കിൽ കർക്കിടകം കഴിഞ്ഞിട്ട് ചിങ്ങത്തിൽ കല്യാണം നടത്തണം. അങ്ങനെ ഒരാളിയാ? ഓ മതി, അത് മതി. ചെറിയമ്മാവൻ അരമതലിരുന്ന് തല കുലുക്കി. കർക്കിടകത്തിന് മുന്നേ നടത്തുവാവും നല്ലത്. ഓമനയും കുറച്ച് നാളായി അവന്റെ കല്യാണക്കാരത്തെ പറ്റി പറയാൻ തുടങ്ങിയിട്ട്. എന്നാ പിന്നെ മിഥുനത്തിൽ തന്നെ അങ്ങ് നടത്തിയേക്കാം. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി എനിക്ക് ഏട്ടത്തിയോട് പറയാനുണ്ട്. അനിയന് അത്തരമൊരു മുഖവര പതിവില്ലാത്തതിനാൽ പറയാൻ പോകുന്നത് എന്തെന്ന പിരിമുറുക്കം കൗമുദിയുടെ ഉള്ളിൽ നിറഞ്ഞു. വേറൊന്നുമല്ല, അവന്റെ കല്യാണത്തിനൊപ്പം പ്രജൂട്ടന്റെ കല്യാണം കൂടി നടത്തുന്ന കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അത് കേട്ടതോടെ വൃശ്ചികയും പ്രജിത്തും ആകാംക്ഷയോടെ പരസ്പരം നോക്കി. ആ നോട്ടത്തിന്റെ പൊരുൾ മനസ്സിലാക്കിയ സേതു ചിരിയടക്കി. മൂത്തവൻ ഒരുത്തൻ കിട്ടിയത് അതങ്ങനെയായി. ഇനിയിപ്പോ ഇവൻ കെട്ടുന്ന പെണ്ണ് നമുക്കറിയാവുന്ന ഒരു കുട്ടിയാന്നേ, അതല്ലേ നല്ലത്? തീർച്ചയായും എന്റെ ആഗ്രഹവും അത് തന്നെയാ. അനിയനെ അറിയാവുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടേ പറഞ്ഞോളൂ. വേറെ ആരുമല്ല, നമ്മുടെ റോസ്മേരിയുടെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അത് കേട്ടതോടെ പ്രജിത്തിന്റെയും വൃശ്ചികയുടെയും മുഖം തെളിഞ്ഞു. പക്ഷേ കൗമുദിയുടെ മുഖത്ത് ആകപ്പാടെ ഒരു ആശയക്കുഴപ്പമായിരുന്നു. അന്യമതത്തിൽപ്പെട്ടൊരു കുട്ടിയാണ് എന്നൊരു പ്രശ്നമുണ്ട്. പക്ഷെ പ്രജൂട്ടൻ അവളെ കിട്ടിയാലേ ഈ വീട്ടിൽ സന്തോഷം മാത്രമേ ഉണ്ടാവൂ, അതെനിക്ക് ഉറപ്പുണ്ട്. ഞാനിത് പറയാൻ വേറൊരു കാരണം കൂടിയുണ്ട്. വേറൊന്നുമല്ല, ഇവനും അവളും പണ്ട് തൊട്ടേ ഇഷ്ടത്തിലുമാണ്. ശങ്കരന്മാരുടെ വാക്കുകൾ കേട്ട് കൗമുദി അത്ഭുതത്തോടെ കണ്ണും മിഴിച്ച് മകനെ നോക്കി. ആണോടാ? എന്റെ ഈശ്വര, എന്നിട്ട് ഇന്നേ വരെ എനിക്കിത് മനസ്സിലായില്ലല്ലോ. ആട്ടെ, അനിയൻ എങ്ങനെ ഇത് മനസ്സിലായി? അങ്ങേര് സേതുവിനെ ചൂണ്ടിക്കാട്ടി. എന്നോട് ഇവൻ പറഞ്ഞതല്ലേ ഇത്. എന്നാലും കൊള്ളാം എല്ലാവരും. എന്റെ വല്യമ്മ ഇത് നടത്തിയില്ലേ പിന്നെ ഒരു ദിവസം ഉണ്ടല്ലോ, ആ റോസമ്മയുടെ വീട്ടിൽ നിന്ന് ഇവനെ ആരെങ്കിലും പോക്കും. സേതു പറഞ്ഞത് പിടിക്കാതെ വൃശ്ചിക മുന്നോട്ട് ചാടി. അത് നടന്നത് തന്നെ. അങ്ങോട്ട് ചെന്നുവെച്ചാലും മതി. റോസമ്മ പ്രജിത്തേട്ടനെ വലിച്ചേ ചുവരി തേക്കും. ആഹാ, എന്താ കൂട്ടുകാരുടെ ഒരു വിശ്വാസം. വല്യമ്മയ്ക്ക് ഇപ്പൊ മനസ്സിലായോ ഇതുങ്ങളല്ല ഒറ്റ കേട്ടാ? വൃശ്ചിക അവനെ നോക്കി കോക്രി കാട്ടി. ഏട്ടത്തി ഒന്നും പറഞ്ഞില്ല. ഇനി പെൺകുട്ടി വേറൊരു മതത്തിൽപ്പെട്ടതായതുകൊണ്ട് ഏട്ടത്തിയുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ആർക്ക്? ദിനകരനോ? അവന് ഞാൻ പറഞ്ഞ പിന്നെ അതിനപ്പുറം ഒന്നുമില്ല. അച്ഛനും അമ്മയും ഒക്കെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നേ അവർക്ക് ചിലപ്പോൾ ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റിയെന്ന് വരത്തില്ലായിരുന്നു. എനിക്ക് അവളെ ഇഷ്ടമാനിയ. എന്തായാലും അവള് വന്ന ദേവി കയറി വന്നപ്പോൾ ഉണ്ടായതുപോലൊരു പ്രശ്നം ഈ വീട്ടിലുണ്ടാകില്ല. ഒപ്പം നിൽക്കാൻ കൃഷ്ണേട്ടൻ കൂടെ ഇല്ലല്ലോ എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ. അറിയാതെ തേങ്ങിപ്പോയ അമ്മയെ വൃശ്ചികയും പ്രജിത്തും കൂടി ഇരുവശത്തു നിന്നും ചേർത്തു പിടിച്ചു. ഏട്ടൻ വരൂ ഏട്ടത്തി, അധികം താമസിയാതെ തിരികെ വരും.
ഈ ചെറുവാണിയൂരിൽ നിന്നും ഏറെ കാലത്തേക്കൊന്നും അകന്നു നിൽക്കാൻ എൻ്റെ ഏട്ടന് കഴിയില്ല. ശങ്കരന്മാരാർ പറഞ്ഞവസാനിപ്പിച്ചപ്പോൾ വേദനിപ്പിക്കുന്നൊരു നിശബ്ദത അവർക്കിടയിൽ തളം കെട്ടി. അർജുൻ്റെയും നക്ഷത്രയുടെയും കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു പ്രദീപ് വീട്ടിൽ വെച്ച്. കേൾവിക്കാരായി അച്ഛനും അമ്മയും ശ്രീമോളും ഉണ്ട്. അതിനിടയിലാണ് ഫോണിൻ്റെ റിസീവറും പിടിച്ചു നിന്ന് നെടുവീർപ്പിടുന്ന പ്രവീണിനെ അവർ ശ്രദ്ധിച്ചത്. പ്രജിത്തിൻ്റെ ഫോൺ വന്നപ്പോൾ സംസാരിക്കാൻ വേണ്ടി എഴുന്നേറ്റതായിരുന്നു അവൻ. അവൻ്റെ ആ നിൽപ്പ് കണ്ടപ്പോൾ പ്രദീപിന് എന്തോ ഒരു പന്തികേട് തോന്നി. എന്താടാ, പിന്നെ വല്ല പ്രശ്നം ഉണ്ടായോ? അവൻ ചോദിച്ചു. സർവ്വതും തകർന്നതുപോലെയുള്ള അവൻ്റെ നടപ്പും കസേരയിലേക്ക് തിരികെ വന്നിട്ടുള്ള ആ ഇരിപ്പും കണ്ടതോടെ മിനിക്കും വേവലാതിയായി. എന്താ അടച്ചക്ക? അവൻ വിളിച്ചിട്ട് എന്താ പറഞ്ഞേ? അവൻ്റെയും റോസിൻ്റെയും കല്യാണം നടത്താൻ അവൻ്റെ വീട്ടുകാർ തീരുമാനിച്ചെന്ന്. ഇവിടെ ജനിച്ചതിന് പകരം അവിടെ ജനിച്ചാൽ മതിയായിരുന്നു. ഓ എൻ്റെ മനുഷ്യ, നിങ്ങളെ കൈവീശി അവനിട്ടൊന്നും കൊടുത്തേ. അവൻ്റെ തൊട്ടടുത്തിരുന്ന കാർത്തികേയനോട് വിളിച്ചു പറഞ്ഞിട്ട് മിനി അവനെ നോക്കി കണ്ണുരുട്ടി. ശ്രീമോളാവട്ടെ കാര്യം മനസ്സിലാവാതെ പ്രദീപിനെ നോക്കി പുരികങ്ങൾ ഉയർത്തി. വാ, പറഞ്ഞു തരാം. എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്ന പ്രദീപിന് പിന്നാലെ കാര്യമറിയാനുള്ള തിടുക്കത്തോടെ അവൾ ചെന്നു. ഏട്ടത്തിയുടെ ചിരി അവരുടെ മുറിക്കകത്തു നിന്നും കേട്ട പ്രവീൺ കൈകൾ കൂട്ടിത്തിരുമി. ചിരിച്ചോ ചിരിച്ചോ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയല്ലോ. തല കുനിച്ചിരുന്ന് പെറുപെറുക്കുന്ന മകന്റെ അടുത്തേക്ക് മിനി നീങ്ങിയിരുന്നു. ഈടാ പ്രവി, നിനക്ക് ആ കൊച്ചിന് അത്രയ്ക്ക് ഇഷ്ടമാണോടാ? എൻ്റെ മിനി, അവൻ്റെ ആ വേഗളിയും വെപ്രളവും കണ്ടപ്പോൾ തന്നെ നിനക്ക് മനസ്സിലായില്ലേ അത്? കാർത്തികേയൻ അത് പറഞ്ഞപ്പോൾ മിനി അവൻ്റെ നെറ്റിയിലേക്ക് വീണ് കിടന്ന മുടിയിഴകൾ വാത്സല്യത്തോടെ മാടി ഒതുക്കി കൊടുത്തു. അവൻ അമ്മയുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നിട്ട് ആ കൈകളെടുത്ത് മുടിയിൽ പിടിപ്പിച്ചു. എന്തായാലും നീ ഇങ്ങനെ കിടന്ന് ചക്രശ്വാസം ഒന്നും വലിക്കണ്ട. അവളുടെ അമ്മയോട് ഞാൻ ഈ കാര്യമൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉത്സവമൊക്കെ കഴിയുന്നതോടെ നമുക്ക് പോയി അവളെ പെണ്ണ് കാണാം. എന്നിട്ട് വരുന്ന ചിങ്ങത്തിൽ തന്നെ കല്യാണം നടത്താൻ നോക്കാം. അത്രക്കങ്ങോട്ട് നീട്ടണോ അമ്മേ? അയ്യേ, ഇതെന്താ ആക്രാന്തോടാ ചക്ക? അവരവനെ കളിയാക്കിയപ്പോൾ അവൻ അമ്മയുടെ മടിയിലേക്ക് മുഖം പൂഴ്ത്തി. കൃഷ്ണൻകുട്ടി മാരാറില്ലാതെ ആ ഉത്സവം കടന്നുപോയി. വരുന്ന മാസം തേവരുടെ അമ്പലത്തിലെ ഉത്സവമാണ്. കിഴക്കേക്കരയും പടിഞ്ഞാറേക്കരയും ഒത്തുചേരുന്ന ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിലെ ഉത്സവത്തോളം വരില്ലെങ്കിലും പടിഞ്ഞാറേക്കരക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ കരയിൽ ഉത്സവമാണ്. അതുമാത്രമല്ല, അതോടൊപ്പം തന്നെയാണ് ചെറുവാണിയൂർ പള്ളിപ്പെരുന്നാളും. പകൽപൂരത്തിൻ്റെ അന്ന് തന്നെയാണ് പള്ളിയിലെ പ്രദക്ഷിണവും എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ആ ഉത്സവത്തിന്. പകൽപൂരത്തിന് എഴുന്നള്ളി നിൽക്കുന്ന തേവരുടെ മുന്നിൽ കൂടിയാണ് മാതാവിൻ്റെ പ്രദക്ഷിണവും കടന്നു പോകുന്നത്. അവിടെ എത്തുമ്പോൾ പ്രദക്ഷിണത്തിനോടൊപ്പമുള്ള ബാൻഡ് മേളക്കാരും പകൽപൂരത്തിന് നിൽക്കുന്ന ചെണ്ടമേളക്കാരും തമ്മിൽ കുറച്ചു നേരത്തേക്ക് ഒരു കൊട്ടിപ്പെരുക്കലുമുണ്ട്. ബാൻഡ് മേളവും ചെണ്ടമേളവും വാശിയോടെ ഇടകലർന്നൊഴുകുന്ന താളക്കൊഴുപ്പ് കരക്കാരുടെ ആവേശവും കൂട്ടും. മാതാവും തേവരും പരസ്പരം ഉപചാരം ചൊല്ലി പിരിയുന്ന കാഴ്ച ചെറുവാണിയൂരിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഉത്സവത്തിന് മുന്നേ പ്രജിത്തിൻ്റെ പെണ്ണുകാണൽ ചടങ്ങ് തീർത്ത് നിശ്ചയത്തിൻ്റെയും കല്യാണത്തിൻ്റെയും തീയതികൾ കുറിപ്പിക്കാമെന്നാണ് വാരിയടത്തുള്ളവർ തീരുമാനിച്ചത്. ശങ്കരന്മാരോടൊപ്പം സേതുവും കൂടെ പോയി അക്കാര്യം ട്രീസാമ്മയെ അറിയിക്കുകയും ചെയ്തു. വൃശ്ചിക വഴി നേരത്തെ തന്നെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നതിനാൽ ട്രീസാമ്മയും റോസും അവരെ സ്വീകരിക്കാൻ തയ്യാറെടുത്ത് നിൽപ്പുണ്ടായിരുന്നു. വരുന്നതിൻ്റെ പിന്നത്തെ ഞായറാഴ്ച പെണ്ണുകാണൽ ചടങ്ങിനെ തീരുമാനിച്ചതിന് ശേഷമാണ് അവരിറങ്ങിയത്. കാര്യമറിഞ്ഞപ്പോൾ എതിർത്തത് രണ്ട് കൂട്ടരാണ്. അതിലൊന്ന് കരിമ്പനക്കാട്ടെ സേവിച്ചനാണ്. യാമിയുടെ വീട്ടിലെ ഫോണിൽ നിന്നും കരിമ്പനക്കാട്ടേക്ക് വിളിച്ച് കാര്യം പറഞ്ഞ ട്രീസാമ്മയോട് അയാൾ താല്പര്യമില്ലാത്ത മട്ടിലാണ് സംസാരിച്ചത്. ട്രീസാമ്മ ഉചിതമായ മറുപടി നൽകിയതോടെ സേവിച്ചൻ ഇഷ്ടമില്ലാത്ത രീതിയിൽ ഫോൺ വെച്ചു കളഞ്ഞു. സേവിച്ചനും സ്റ്റീഫൻ വില്യപ്പനും ഉടക്കിയെങ്കിലും ചാച്ചനും കുഞ്ഞമ്മയും വരാമെന്ന് പറഞ്ഞതോടെ റോസിന് സന്തോഷമായി. ശോശക്കുഞ്ഞമ്മയ്ക്ക് പിന്നെ അത്രയും ദൂരം സഞ്ചരിക്കാനൊന്നും വയ്യാത്തത് കൊണ്ട് കല്യാണമാകുമ്പോഴേക്കും എത്താമെന്ന് അറിയിക്കുകയാണ് ചെയ്തത്. പിന്നെ പ്രശ്നമുണ്ടാക്കിയത് രമേശനും ദേവിയുമാണ്. പ്രജിത്ത് റോസിനെ വിവാഹം കഴിച്ചാൽ അത് തൻ്റെ വീട്ടുകാർക്ക് പോലും അപമാനകരമാകുമെന്നും പറഞ്ഞാണ് കാര്യം പറയാൻ ചെന്ന സേതുവിനെ ദേവി ഇറക്കിവിട്ടത്. തൻ്റെ കൂടി ഇഷ്ടമില്ലാതെ നടത്തുന്ന വിവാഹത്തിന് യാതൊരു സഹകരണവും പ്രതീക്ഷിക്കേണ്ടെന്ന് രമേശനും പറഞ്ഞതോടെ ഇറങ്ങാൻ തുടങ്ങിയ സേതു തിരിഞ്ഞു നിന്നു. എടാ, അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രമാ സാമാന്യ മര്യാദ അനുസരിച്ച് ഇവിടെ നിന്ന് നിന്നെ ഇവിടെ ഞാൻ കാര്യം അറിയിച്ചത്. അച്ചിയുടെ സാരിത്തുമ്പിൽ തൂങ്ങി നടക്കുന്ന നീ വരികയോ വരാതിരിക്കുകയോ ചെയ്തോ, അത് നിന്റെ ഇഷ്ടം. പക്ഷെ അതുകൊണ്ടൊന്നും എടുത്ത തീരുമാനങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല, മനസ്സിലായോ? അതും പറഞ്ഞിട്ട് മുണ്ടും മടക്കി കുത്തി ഇറങ്ങിപ്പോകുന്ന സേതുവിനെ നോക്കി ദേവി പല്ല് കടിച്ചു.
അതിനിടയ്ക്ക് സർജറിയും ഒരാഴ്ചത്തെ ഹോസ്പിറ്റൽ വാസവും കഴിഞ്ഞ് ശ്രീധരൻ തിരികെ എത്തിയിരുന്നു. ഹോസ്പിറ്റലിലെ കാശ് മുഴുവൻ ഭാര്യയിടത്തുകാർ കൊടുത്തത് കൂടാതെ മോൾക്ക് ഭാര്യയിടത്തെ അർജുനുമായി കല്യാണം നടക്കാനുള്ള സാധ്യത കൂടി തെളിഞ്ഞതോടെ തൽക്കാലത്തേക്കുണ്ടായ മാനഹാനി അയാൾ സൗകര്യപൂർവ്വം മറന്നു. അച്ഛനും അമ്മയും അനിയത്തിയും സന്തോഷിച്ചപ്പോൾ നവീൻ മാത്രം ആ സന്തോഷങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിന്നു. വിവാഹം തീരുമാനിച്ചെങ്കിലും എല്ലാ കാര്യങ്ങളിലും കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൻ തന്നോടൊരു വാക്കു പറയാതെ ചതിച്ചു എന്നതായിരുന്നു അവൻ്റെ ഉള്ളിലെ തോന്നൽ. അന്ന് റോസിൻ്റെയും രമേശിൻ്റെയും വീട്ടിൽ പോയി കല്യാണക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം സേതു തന്നെയാണ് വൃശ്ചികയെ പുതുശ്ശേരി ടെക്സ്റ്റൈൽസിന് മുന്നിൽ കൊണ്ടുപോയി ആക്കിയത്. 10 മണി മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും അവർ എത്തുമ്പോഴേക്കും കട തുറന്നിട്ടുണ്ടായിരുന്നു. അവളെ കടയുടെ വാതിൽക്കൽ ഇറക്കിയിട്ട് സേതു തിരിച്ചു പോവുകയും ചെയ്തു. അകത്തേക്ക് കയറി ചെന്നപ്പോൾ ആദ്യം കണ്ടത് ഇന്റർവ്യൂവിൻ്റെ അന്ന് വന്നപ്പോൾ മുൻവശത്ത് നിന്നിരുന്ന ആ പെൺകുട്ടിയെ തന്നെയാണ്. വൃശ്ചികയെ കണ്ടപ്പോൾ തന്നെ ആളെ മനസ്സിലായതുപോലെ അവൾ ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു. അന്ന് കണ്ട പരിചയത്തിൽ വൃശ്ചികയും തിരികെ ചിരിച്ചു. വൃശ്ചികയല്ലേ? അവൾ തലയാട്ടി. ഇന്നാ ജോയിൻ ചെയ്യുന്നതെന്ന് പിള്ള സാർ പറഞ്ഞിരുന്നു. ഞാൻ രഞ്ജിനി, ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവാ. അവൾ സ്വയം പരിചയപ്പെടുത്തുമ്പോഴേക്കും എത്തിയിരുന്നവർ ഓരോരുത്തരായി പരിചയപ്പെടാനായി അടുത്തുകൂടി. ഓരോരുത്തരായി പേര് പറഞ്ഞ് പരിചയപ്പെടുമ്പോൾ എല്ലാ പേരുകളും ഓർത്തുവെക്കാൻ വൃശ്ചിക പാടുപെട്ടു. അതിനിടയ്ക്ക് ഓരോരുത്തരായി കയറി വരുന്നുമുണ്ട്. അനീഷേട്ടോയി. ഇടയ്ക്ക് കയറി വന്ന ഒരാൾ അവിടെ കൂടി നിൽക്കുന്ന കൂട്ടത്തെ ശ്രദ്ധിക്കാതെ പടികൾക്ക് നേരെ നടക്കുന്നത് കണ്ട് രഞ്ജിനി ഉറക്കെ വിളിക്കുന്നത് കേട്ടാണ് വൃശ്ചികയും അയാളെ ശ്രദ്ധിച്ചത്. ആളെ കണ്ടിട്ട് ഏകദേശം ഒരു 40 വയസ്സോളം തോന്നിക്കുന്നുണ്ട്. അല്പം ലൂസായ ഒരു ഹാഫ് കൈ ഷർട്ടാണ് ധരിച്ചിരിക്കുന്നത്. അത് ഇൻ ചെയ്തിട്ടുമുണ്ട്. തോളത്ത് ഒരു ബാഗും തൂങ്ങിക്കിടപ്പുണ്ട്. വിളിയൊച്ച കേട്ട് അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ രഞ്ജിനി അയാളെ ഒരിക്കൽ കൂടി കൈ കാട്ടി വിളിച്ചു. എന്താ രഞ്ജിനി? അവളുടെ അടുത്തേക്ക് വന്നിട്ട് അയാൾ ചോദിച്ചു. അപ്പോഴാണ് ആ കൂട്ടത്തിന് നടുവിൽ നിൽക്കുന്ന വൃശ്ചികയെ അയാൾ കണ്ടത്. അനീഷേട്ടാ, ദാ നിങ്ങളുടെ സെഷനിലെ പുതിയ കുട്ടിയാ വൃശ്ചിക. രഞ്ജിനി പരിചയപ്പെടുത്തിയപ്പോൾ അയാളുടെ മുഖത്ത് സൗഹാർദ്ദപൂർണമായ ഒരു ചിരി തെളിഞ്ഞു. തിരികെ അവളും ചിരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഇവിടെയുള്ളവരൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞെങ്കിൽ പോന്നോളൂ, നമുക്ക് മുകളിലേക്ക് പോകാം. അവിടെയാ അക്കൗണ്ട് സെക്ഷൻ. രഞ്ജിനിയെയും കൂട്ടരെയും നോക്കി ഒരിക്കൽ കൂടി ഒന്ന് ചിരിച്ചിട്ട് വൃശ്ചിക അനീഷേട്ടന്റെ പിന്നാലെ പടികൾ കയറി. മുകളിലത്തെ നിലയിലുണ്ടായിരുന്നവർ കൗതുകത്തോടെ അവളെ നോക്കിയെങ്കിലും അനീഷേട്ടൻ കൂടെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു പരിചയപ്പെടാൻ അടുത്തേക്ക് വന്നില്ല. ശിവനന്ദന്റെയും രഘുനന്ദന്റെയും മുറികൾ അടഞ്ഞു കിടപ്പുണ്ട്. വാതിലിൽ പതിപ്പിച്ചിട്ടുള്ള പേരുകളിലേക്കൊന്ന് നോക്കിയിട്ട് അവൾ അനീഷേട്ടന്റെ പിന്നാലെ നടന്നു. മുകളിലത്തെ നിലയുടെ അങ്ങേയറ്റത്തായിരുന്നു അക്കൗണ്ട്സ് ഓഫീസ്. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ആ ഓഫീസും അവൾക്കേറെ ഇഷ്ടപ്പെട്ടു. അകത്തേക്ക് കടന്നു വരുമ്പോൾ നേരെ മുന്നിലായി കാണുന്നത് വലിയൊരു മേശയും അതിന് പിന്നിലെ കുഷ്യനിട്ട കസേരയുമാണ്. അത് പിള്ളസാറിനെയാണെന്ന് തോന്നുന്നു. ആ മേശയുടെ ഇരുവശത്തുമായി 4 ചെറിയ മേശകളും പിന്നിൽ കസേരകളും കിടപ്പുണ്ട്. കുട്ടി ദാ ആ മേശ ഉപയോഗിച്ചോളൂ കേട്ടോ. അനീഷേട്ടൻ ചൂണ്ടിക്കാണിച്ച മേശയിലേക്ക് ബാഗ് വെച്ചിട്ട് അവൾ അതിന് പിന്നിലുള്ള കസേരയിലേക്ക് ഇരുന്നു കൊണ്ട് ആ ഓഫീസൊന്ന് ഓടിച്ചു നോക്കി. ആ മുറിയിലും AC-യുടെ തണുപ്പുണ്ട്. ഇയാൾക്ക് അക്കൗണ്ട്സിൽ നല്ല പരിചയമില്ല അല്ലേ? അനീഷേട്ടന്റെ ചോദ്യം കേട്ട് അവൾ അയാളെ നോക്കി വിലങ്ങനെ തലയാട്ടി. ഇട്ടിരുന്ന കണ്ണട ഒരു മേശപ്പുറത്തേക്ക് വെച്ച് കൈകൾ മേശയിൽ കുത്തി മുന്നോട്ടാഞ്ഞിരുന്നിട്ടാണ് ആളുടെ ചോദ്യം. സാരമില്ല, അത്ര വലിയ കാര്യമൊന്നുമില്ല, പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. കൃഷ്ണൻകുട്ടിമാരുടെ മകളാണല്ലേ? അതെ. പിള്ളസാർ പറഞ്ഞിരുന്നു. എൻ്റെ പേര് അനീഷ്, പിള്ളസാറിൻ്റെ അസിസ്റ്റൻ്റാ. ഇവിടെ അടുത്ത് തന്നെയാ വീടും. ഇയാൾക്ക് ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടല്ലേ? അധികമില്ല, ഏകദേശം ഒരു 20 മിനിറ്റ്. പിന്നെ ബോട്ടിൽ കയറി ഇറങ്ങിയിട്ട് അല്പം നടക്കണം. ജങ്കാറുണ്ടെങ്കിലും പ്രൈവറ്റ് ബസ്സുകൾ അങ്ങോട്ടേക്ക് വന്നു തുടങ്ങിയിട്ടില്ല. ഓ, അത് ശരി. പിള്ളസാർ വരുമ്പോൾ 10:15 കഴിയും. ഇന്ന് ആദ്യ ദിവസമല്ലേ? സാറ് വന്നിട്ട് ഒപ്പിടാം. അവൾ തല കുലുക്കി. അനീഷേട്ടൻ പറഞ്ഞതുപോലെ 10:15 കഴിഞ്ഞപ്പോഴേക്കും പിള്ളസാർ വന്നു. മുറിയിൽ അവളെ കണ്ടതും മുഖം നിറഞ്ഞ ചിരിയുമായിട്ടാണ് അയാൾ കസേരയിലേക്ക് ഇരുന്നത്. രജിസ്റ്ററിൽ പേരെഴുതി ഒപ്പിട്ടതിന് ശേഷം പിള്ളസാറിന്റെ നിർദ്ദേശമനുസരിച്ച് അനീഷേട്ടൻ അവളെ കാര്യങ്ങൾ ഓരോന്നായി പഠിപ്പിക്കാൻ തുടങ്ങി. വിചാരിച്ചത്ര പ്രയാസമുള്ള കാര്യമായിരുന്നില്ല ആ ജോലിയെങ്കിലും മറ്റൊന്നിനെക്കുറിച്ചും ആലോചിക്കാൻ പോലും സമയമില്ലാത്ത വിധം ജോലി തിരക്കുണ്ടായിരുന്നു. ഒരു വിധത്തിൽ അത് അവൾക്ക് ആശ്വാസകരവുമായിരുന്നു. ഉച്ചയ്ക്ക് 12:30 മുതൽ 1 മണിവരെ ലഞ്ച് ടൈമാണ്. ആ സമയത്താണ് രഞ്ജിനിയെ വീണ്ടും കണ്ടത്. മുള്ളംപിള്ള എന്ത് പറഞ്ഞു? അവളുടെ ചോദ്യം കേട്ട് വൃശ്ചിക കണ്ണുമിഴിച്ചു. അങ്ങേരുടെ ഇരട്ടപ്പേരാണത്. ആ മുടി നിൽക്കുന്നത് കണ്ടില്ലേ? ഒറ്റ നോട്ടത്തില് മുള്ളം പന്നിയുടെ മുള്ളുകൾ പോലെ തോന്നില്ലേ?
കാതിനോട് മുഖമടുപ്പിച്ചുള്ള അവളുടെ ആ കുസൃതി നിറഞ്ഞ ചോദ്യത്തിൽ വൃശ്ചിക അറിയാതെ ചിരിച്ചുപോയി. ഊണ് കഴിക്കുന്നതിനിടയിൽ ഒന്ന് രണ്ട് പേരെ കൂടി പരിചയപ്പെട്ടു. താഴത്തെ ഫ്ലോർ സൂപ്പർവൈസർമാരായ കാദംബരിയും മാലിനിയും, മുകളിലത്തെ ഫ്ലോർ സൂപ്പർവൈസർ സൈമൺ, പിന്നെ ലക്ഷ്മി, ഊർമിള, അങ്ങനെ കുറച്ചു പേർ. വൈകുന്നേരം 6 മണി വരെയാണ് അക്കൗണ്ട് സെക്ഷന് ജോലിയുള്ളത്. ഷോപ്പിലെ പെൺകുട്ടികൾക്കും 7:30 മണിയാകുമ്പോൾ ഇറങ്ങാം. പിന്നെ 9 മണിക്ക് കട അടക്കുന്നതുവരെ ആണുങ്ങൾ മാത്രമാകും കടയിലുണ്ടാവുക. 6 മണിയായപ്പോഴേക്കും ജോലി തിരക്ക് കാരണം അല്പം ക്ഷീണം തോന്നിയെങ്കിലും മനസ്സിൽ സന്തോഷമായിരുന്നു. ഒരു ജോലി ലഭിച്ചതിനേക്കാൾ ഉപരി വീട്ടിൽ തനിയെ ഇരിക്കുന്ന നിമിഷങ്ങളിൽ ഉള്ളിലുണരുന്ന അച്ഛൻ്റെ ഓർമ്മകൾ നൽകുന്ന വേദനകളിൽ നിന്നും തൽക്കാലത്തേക്കെങ്കിലും ഒരു മോചനം ലഭിച്ചതിൻ്റെ ആശ്വാസത്തോടെയാണ് അവൾ ചെറുവാണിയൊരു ബോട്ട് ജെട്ടിയിലേക്കുള്ള ബസ്സിൽ കയറിയത്. കല്യാണം കഴിഞ്ഞ് ഞാൻ വയറ്റിടത്തേക്ക് പോകുമ്പോൾ അമ്മച്ചിക്ക് വിഷമാവില്ലേ? അന്ന് രാത്രി വരാന്തയിലെ പടിയിലിരുന്നുള്ള പതിവ് സംസാരത്തിനിടയിലാണ് റോസ് അത് ചോദിച്ചത്. അല്പനേരത്തേക്ക് ട്രീസാമ നിശബ്ദയായിപ്പോയി. വേലിക്കരികിൽ തലയാട്ടി നിൽക്കുന്ന ചുവന്ന റോസാപുഷ്പങ്ങളെയും നോക്കി അവർ മിണ്ടാതിരുന്നു. വിഷമായോ ട്രീസമ്മയ്ക്ക്? അമ്മച്ചിയുടെ മേലേക്ക് ചാഞ്ഞ് വട്ടം ചുറ്റിപ്പിടിച്ചുകൊണ്ടാണ് അവൾ അത് ചോദിച്ചത്. പിന്നെ വിഷമമില്ലാതിരിക്കുവോ കൊച്ചേ? എന്നും വെച്ച് പെൺപിള്ളേരെ കെട്ടിച്ചയക്കാതിരിക്കാൻ പറ്റുമോ? നീ അങ്ങോട്ട് പോയാലും കാണണമെന്ന് തോന്നുമ്പോൾ നടന്നു വരാൻ പറ്റുന്ന ദൂരമല്ലേ ഉള്ളൂ. പറയുന്നതിനൊപ്പം അവരവളുടെ അനുസരണമില്ലാത്ത മുടി തലോടി ഒതുക്കാൻ ശ്രമിച്ചു. അമ്മച്ചി ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ടെന്നേ, ഞങ്ങളോടൊപ്പം അങ്ങോട്ട് പോകുന്നുണ്ടേ. ഭാര്യയിടത്തുകാരുടെ സഹായത്തോടെയാണെങ്കിലും അപ്പച്ചൻ പണി തീർത്ത ആ വീട് വിട്ട് അമ്മച്ചി എങ്ങോട്ടും പോരില്ലെന്നറിയാമായിരുന്നെങ്കിലും ചോദിക്കാതിരിക്കാനായില്ല അവൾക്ക്. അയ്യേ, ഒന്ന് പോയേ പെണ്ണെ. മോളെ കെട്ടിച്ചു വിട്ട വീട്ടിൽ വന്ന് താമസിക്കുകയോ? നന്നായിരിക്കും. എന്താ താമസിച്ചാല്? അവൾ കുറുമ്പോടെ മുഖമുയർത്തി. ഒന്നുമില്ല, എന്തായാലും അവർ വന്ന് പെണ്ണ് കാണട്ടെ. ഇനി ചെക്കന് പെണ്ണിനെ എങ്ങാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഈ പശു നക്കിയതുപോലുള്ള സ്പ്രിങ് മുടിയും കഴുത്തിന് ചുറ്റും നാക്കും. എന്നാലും ഞാൻ ഓർക്കുക, എന്ത് കണ്ടിട്ടാണാവോ ആ ചെക്കന് നിന്നെ ഇഷ്ടപ്പെട്ടതെന്ന്. ഓ, മുഖം വീർപ്പിച്ചിട്ട് അവൾ അമ്മച്ചിയുടെ കൈക്കിട്ടൊരു കടി കൊടുത്തു. ഹാ, എന്താ പെണ്ണേ ഇത്? എനിക്ക് വേദനിച്ചുട്ടോ. കണക്കായിപ്പോയി. പരിഭവം മാറാതെയാണ് അവൾ അമ്മച്ചിയുടെ മടിയിലേക്ക് മുഖം ചായ്ച്ചത്. വേലിക്കരികെ നിൽക്കുന്ന റോസാ ചെടികൾ കാറ്റിൽ തലയാട്ടിക്കൊണ്ട് അവിടെ അരികിലേക്ക് വിളിച്ചു. അമ്മച്ചി, ഈ റോസൊക്കെ ഞാൻ കൊണ്ടുപോകാം കേട്ടോ. വേണ്ട. എടുത്തടിച്ചതുപോലെയുള്ള അമ്മച്ചിയുടെ ആ മറുപടി കേട്ട് തല ഉയർത്തിയ റോസിന്റെ കണ്ണുകളിൽ നോക്കാതെ അവർ മുഖം തിരിച്ചു. അതൊക്കെ അവിടെ തന്നെ നിന്നോട്ടെ. അത് കാണുമ്പോൾ നീ ഇവിടെ വീടിനകത്തുള്ളതുപോലെ തന്നെ തോന്നും. തൊണ്ടയിടറിയത് മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന അമ്മച്ചിയെ നോക്കിയപ്പോൾ അവൾക്ക് കണ്ണുകൾ നിറഞ്ഞു. അവൾ കൈയെത്തിച്ച് അമ്മച്ചിയുടെ കഴുത്തിന് വട്ടം ചുറ്റി ആ കഴുത്തിടയിലേക്ക് മുഖം പൂഴ്ത്തി. വേലിക്കരികിൽ നിന്നും ഒരു ചുമ. പടിക്കലേക്ക് നോക്കിയ റോസും അമ്മച്ചിയും അവിടെ നിൽക്കുന്ന പാപ്പു ആശാനെ കണ്ട് അത്ഭുതത്തോടെ എഴുന്നേറ്റു. അവർ എഴുന്നേൽക്കുന്നത് കണ്ടതും ആശാൻ പടി കടന്ന് നടന്നു വന്നു. വർഷങ്ങളായിട്ട് ചിരിക്കാൻ മറന്നുപോയ ആ മുഖം പടിക്കെട്ടുകൾക്ക് താഴെ നിന്നും അവരെ നോക്കി നിന്നു. കയ്യിലിരിക്കുന്ന ആ റേഡിയോ പാടുന്നില്ല, ടോർച്ച് കത്തുന്നുമില്ല. ആശാൻ ഇങ്ങോട്ട് കയറിയിരിക്കേ. ഒടുവിൽ ട്രീസാമ ക്ഷണിച്ചു. വേണ്ട, ഇരിക്കുന്നില്ല. അപ്പച്ചൻ ജീവിച്ചിരുന്നപ്പോൾ വേലിക്കരികിൽ നിന്നും ചിരിച്ച് തമാശകൾ പറയുന്ന പാപ്പുവാശാനെ റോസ് വീണ്ടും ഓർത്തു. നളിനി ചേച്ചി മരിച്ചതിന് ശേഷം നിശബ്ദനായി പോയ പാപ്പുവാശാന്റെ ശബ്ദം പിന്നീട് ഇന്നാണ് അവൾ കേൾക്കുന്നത്. എന്തു പറയണമെന്നറിയാതെ റോസും അമ്മച്ചിയും പരസ്പരം നോക്കി. ഭാര്യയിടത്തെ പ്രജിത്തുമായി കൊച്ചിന്റെ കല്യാണം നടക്കാൻ പോവുക അല്ലേ? റോസ് ചിരിച്ചുകൊണ്ട് തലയാട്ടി. നന്നായി, നല്ലതേ വരൂ. കൊച്ചിനെ കണ്ടൊന്ന് അനുഗ്രഹിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ആശാനിന്ന് കുടിച്ചിട്ടില്ലട്ടോ. വീണ്ടും അല്പനേരം മിണ്ടാതെ നിന്നതിന് ശേഷം അയാൾ പറഞ്ഞു, ഞാൻ എന്നാ നടക്കട്ടെ. മറുപടിക്ക് കാത്തു നിൽക്കാതെ തിരിഞ്ഞു നടക്കുന്ന ആശാനയെ നോക്കി അവരാ പടികളിൽ നിന്നു. കുടിക്കാത്തോണ്ട് ഇന്നിന് ഉറങ്ങാൻ പറ്റുമോന്ന് അറിയില്ല. എന്നാലും നളിനിക്ക് ഇന്ന് സന്തോഷമാകും. വേലി കടക്കുന്നതിനിടയിൽ പാപ്പുവാശാൻ പറഞ്ഞ വാക്കുകൾ അവരുടെ കാതിൽ വീണ് പൊള്ളിച്ചു. വേലിക്കെട്ട് പാപ്പുവാശാനെ കണ്ണിൽ നിന്നും മറച്ചെങ്കിലും അടുത്ത നിമിഷം ആ കയ്യിലുണ്ടായിരുന്ന റേഡിയോയിൽ നിന്നും ആകാശവാണിയിലെ പാട്ടുയർന്നത് അവർ കേട്ടു. നിറഞ്ഞ കണ്ണുകളോടെ
വിധിയുടെ കൈകൾക്കറിയില്ലല്ലോ വിരഹവേദന വിരഹവേദന. അകന്നു പോകുന്ന പാട്ടിനൊപ്പം അല്പം അകലെയായി ഒരു ടോർച്ച് വെട്ടം ആകാശത്തേക്ക് എങ്ങോട്ടോ മിന്നി. തുടരും. താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും നൽകുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. താങ്ക്